എന്തിനാണ് ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിച്ചത്? ഒന്നാമതായി, മനുഷ്യൻ ദൈവിക ഛായയിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിച്ച് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്കും ജീവൻ്റെ സമൃദ്ധിയിലേക്കും വളരണം. രണ്ടാമതായി, എഫേസ്യർക്കെഴുതിയ ലേഖനം 4:12-13 പറയുന്നത് പോലെ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലേക്കും യേശുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പരിപക്വതയാർന്ന വ്യക്തിത്വത്തിലേക്കും വളർന്ന് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടണം. മൂന്നാമതായി, ഉൽപ്പത്തി 1:28 പറയുന്ന ധർമ്മം നിറവേറ്റണം. അതായത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കണം. ദൈവിക ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവിക നന്മകളാലും ചൈതന്യത്താലും ഭൂമിയിൽ നിറഞ്ഞ് തിന്മയെ കീഴടക്കിക്കൊണ്ട് അവിടുത്തെ സൃഷ്ടികർമ്മത്തിലും പരിപാലന ധർമ്മത്തിലും പങ്കുചേരണം. സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പരമാധിപത്യത്തിന് കീഴിലാക്കുകയും ചെയ്യണം. ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം. ദൈവം മനുഷ്യരുടെ മേൽ ചൊരിഞ്ഞ ഈ അനന്ത സ്നേഹത്തെ ഓർത്ത് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുകയാണ്: ദൈവമേ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്യനെന്ത് മേന്മയുണ്ട്! അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്തർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി, എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിൻ കീഴിലാക്കി. സങ്കീർത്തനം 8:4-6 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനിലെ ദൈവിക ഛായയിലടങ്ങിയിരിക്കുന്ന കഴിവുകൾ വളർത്തി പരിപോഷിപ്പിച്ച് യേശുവിൻ്റെ പരിപൂർണതയിലേക്കും പരിപക്വതയിലേക്കും വളർന്ന് തൻ്റെ ഈ അടിസ്ഥാനപരമായ വിളിയും ദൗത്യവും നിറവേറ്റണം. ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന വ്യക്തിത്വത്തിലും വളർന്ന് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവിടുത്തോട് ഐക്യപ്പെട്ട ജീവിതം നയിച്ച് തിന്മയെ കീഴടക്കാനും ഭൂമിയിൽ ദൈവഭരണം സംജാതമാക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനായി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.